ഇന്നൊരു സാറ്റർഡേ ആണ്. വീക്കെൻഡ് ഓഫായ കാരണം വളരെ പതുക്കെ ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് 5 ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കിട്ടുന്ന ലക്ഷറിയായി സാറ്റർഡേ രാവിലത്തെ ഉള്ളൊരു ഉറക്കം. അങ്ങനെ താമസിച്ച് എഴുന്നേറ്റ് താമസിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ക്രിസ്മസ് ട്രീനെയൊക്കെ ഒന്ന് അഡ്മയർ ചെയ്ത് സൂര്യൻ കുറേ നാൾ കൂടി തലപ്പുറത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വെട്ടം, വീടിനകത്തും എല്ലാം നല്ല വെട്ടം, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയി ഞങ്ങളന്ന് ഓർത്തുനിന്നാൽ പിന്നെ പുറത്ത് പോയേക്കാം. എൻ്റെ മോള് കുറേ നാൾ കൊണ്ട് പറയുന്നുണ്ട് അവൾക്ക് റേഞ്ചിൽ പോകണം, അവിടെയുള്ള ക്രിസ്മസ് ഡെക്കോസും ഓർണമെൻറ്റ്സും ഒക്കെ കാണണം, ചുമ്മാ ഒരു കറങ്ങാൻ. അപ്പം ഹസ്ബൻഡിന് ഡ്യൂട്ടിയാണ്, ഞാനും പിള്ളേരോട് എന്നാൽ പുറത്ത് പോയേക്കാന്ന് വെച്ചു. കണ്ടില്ലേ വെയിൽ കണ്ടില്ലേ, പക്ഷേ ഒട്ടും ചൂടില്ലാത്ത, ഇളവെയിലെന്ന് പോലും പറയാൻ പറ്റത്തില്ല, അത്രയും പോലും ചൂടില്ലാത്തൊരു സണ്ണി ഡേ ആണ്. പക്ഷെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. കണ്ടില്ലേ, എന്നെ സന്തോഷിപ്പിക്കാൻ ഈ കൊടും തണുപ്പത്തും എൻ്റെ റോസ് ഒരു പൂവിട്ട് നിൽപ്പുണ്ട്. പക്ഷെ അതിൽ കണ്ടോ, അതാണ് ഫ്രോസ്റ്റ് ബൈറ്റ് ആയ, അതിന് വിരിയത്തില്ല കേട്ടോ. അത് വിരിയാതെ ദേ ഈ കാണിച്ചിരിക്കുന്ന പോലെ മരച്ച് ചത്തുപോകും. ഇനി സമയം കിട്ടുമ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഡെഡ് ഹെഡ് ചെയ്ത് ടൈഡ് ചെയ്ത് വെക്കണം. അപ്പം ഞാനും പിള്ളേരും അങ്ങനെ റേഞ്ചിലേക്ക് വിട്ടേക്കാന്ന് ഓർത്ത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 10 മിനിറ്റ് ദൂരെയുള്ളൂ റേഞ്ചിലോട്ട്. അത് കാരണം കാര്യമായ ഡ്രസ്സപ്പ് ഒന്നും ചെയ്തില്ല. വീട്ടിലിട്ടിരുന്ന ടോപ്പിൻ്റെ മേളിൽ തന്നെ ജാക്കറ്റ് ഇട്ട് കണ്ടാൽ തറകേടില്ലാത്തൊരു ട്രാക്ക് സൂട്ടും ഒക്കെ ഇട്ടിട്ട് ഞങ്ങളങ്ങനെ പോയി. എനിക്കുണ്ടല്ലോ, എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടെന്ന്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു ഡൗട്ടാണ്, വീട് ലോക്ക് ചെയ്തോ ഇല്ലയോ എന്ന്. പിന്നെ എനിക്ക് എപ്പോഴുള്ള പരിപാടിയാണ് പിന്നെയും തിരിച്ചു പോയി വീട് ലോക്ക് ചെയ്തോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ റേഞ്ചിൽ എത്തിയപ്പോൾ തന്നെ എൻ്റെ മോൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ടോയ് സെക്ഷനിലാണ് കക്ഷി. ക്രിസ്മസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഈ ഫൺ ഫെയറും ക്രിസ്മസ് വില്ലേജും ഒക്കെ ആയിട്ടുള്ള ലൈറ്റപ്പ് ഒക്കെ ചെയ്ത ടോയ് സെക്ഷൻ ഉണ്ടായിരുന്നു. പിള്ളേർ രണ്ടും കുറേ നേരം അവിടെ നിന്ന് കേട്ടോ. എനിക്ക് സന്തോഷമായി അതുങ്ങളെ കൊണ്ടുവന്നതിൽ. കാരണം അതൊന്നും മേടിക്കാനൊന്നും നമ്മൾ അങ്ങനെ വാങ്ങത്തില്ല, കാരണം എല്ലാത്തിനും നല്ല വിലയാണ്. പിന്നെ അങ്ങനെ കളിക്കുന്നതുമല്ല. അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഓർത്ത് വന്നാൽ പിന്നെ മക്ഡൊണാൾഡ്സ് വാങ്ങിച്ചേക്കാമെന്ന്. അങ്ങനെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം മക്ഡൊണാൾഡ്സിൽ ഞങ്ങളങ്ങ് ഒതുക്കി. ഇന്നത്തെ ദിവസം ഒരു റെസ്റ്റ്ഫുൾ ഡേ ആയിട്ട് സ്പെൻഡ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുറത്തു നിന്നുള്ള ലഞ്ചൊക്കെ. ഇത് മടി പിടിച്ചിട്ടൊന്നും അല്ല കേട്ടോ. അടുപ്പിച്ച് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒരു ഓഫ് കിട്ടുമ്പം അതിനകത്ത് ഒരു ദിവസമെങ്കിലും നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് റെസ്റ്റ് എടുത്തില്ലെങ്കിൽ പിന്നെ ഡ്യൂട്ടിക്ക് പോകാനൊരു മടി വരും. അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ